ഒരൊറ്റ മെസ്സേജിന്റെ പുറത്ത് നൈറ്റ് ഡ്യൂട്ടിയും കഴിഞ്ഞ് തെണ്ടാൻ ഇറങ്ങിയ രണ്ടുപേരുടെ കഥ ഞാൻ പറയട്ടെ. ചുമ്മാ തെണ്ടാനല്ല കേട്ടോ, 2-3 ദിവസത്തേക്ക് ഒരു ദിവസം ചുമ്മാതിരിക്കുമ്പോൾ ഒരാൾ ഒരൊറ്റ ചോദ്യം, നമുക്ക് എങ്ങോട്ടേലും പോയാലോ? അപ്പൊ അടുത്താണ്, എന്നാ പോയേക്കാം. എന്താ ചെയ്യാ, എങ്ങോട്ടാ പോവാ? വെയിൽസ് പ്ലാൻ ചെയ്ത് നോക്കി, പക്ഷെ ആകെ 3 ദിവസമുള്ളൂ, അതുകൊണ്ട് ഒരു കാര്യമില്ല. അപ്പൊ പിന്നെ സ്ഥലം മാറ്റി പിടിക്കാന്നായി. സ്ഥലം മാറ്റി പിടിച്ച് അവസാനം അത് ചെന്നെത്തുന്നത് ലേക്ക് ഡിസ്ട്രിക്റ്റില്. പറയാൻ മറന്നു, ഞങ്ങളിപ്പോൾ ഉള്ളത് UK-ലാണ് കേട്ടോ. UK-ല് ആളുകൾക്ക് എത്തിപ്പെടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് ആളുകൾ വിശ്വസിക്കുന്ന ഒരു സ്ഥലമാണ് ലേക്ക് ഡിസ്ട്രിക്ട്. പറഞ്ഞ് ഞങ്ങൾ തീരുമാനിച്ചത് അവസാനം അവിടെ കേട്ടോ. ട്രെയിൻ ടിക്കറ്റും ബുക്ക് ചെയ്ത് അവിടെ ഒരു സ്റ്റേയും ബുക്ക് ചെയ്ത്, വേറെ ഒന്നും കയ്യിലില്ല, വേറൊരു പ്ലാനും ഇല്ല. എന്ത് ചെയ്യണമെന്നറിയത്തില്ല, അവിടെ എന്തൊക്കെയുള്ളേ കാണാനറിയത്തില്ല. ഒറ്റ പേടി ഉണ്ടായിരുന്നുള്ളൂ, അവിടെ ട്രാവലിങ്ങിന് ഞങ്ങൾ രണ്ടുപേരും ഡ്രൈവ് ചെയ്യാത്തോട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്നറിയാം. ഞങ്ങളുടെ ഭാഗ്യം കൊണ്ടാണെന്ന് അറിയത്തില്ല, ഞങ്ങളുടെ ട്രെയിൻ പകുതി വഴിയെത്തിയപ്പോൾ അവർ പറയാം റെയിൽ റീപ്ലേസ്മെന്റ് ബസ്സാണെന്ന്. എന്ന് വെച്ചാൽ അങ്ങോട്ടേക്ക് ട്രെയിൻ പോലും ഇല്ല, ആ ഒരു വഴിക്കുള്ള എന്തോ പണി നടക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ റെയിൽ റീപ്ലേസ്മെന്റ് ബസ്സിലാണ് ബാക്കി അവർ കൊണ്ടുപോയത്. എന്തായാലും എങ്ങനെയൊക്കെയോ ഞങ്ങൾ സ്ഥലം കണ്ടുപിടിച്ച് അവിടെ എത്തിപ്പെട്ടു. പിന്നെ ഗൂഗിൾ മാപ്പൊക്കെ ഇട്ടൊരു നടപ്പങ്ങ് നടന്നു, അവിടെ എത്തിപ്പെട്ടല്ലോ, അത് മതി. ഞങ്ങൾക്ക് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് മാക്സിമം നടക്കാനുള്ള ദൂരം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾ ബുക്ക് ചെയ്ത സ്റ്റേയിലേക്ക് ഒരുപാട് ദൂരമൊന്നും ഉണ്ടായിരുന്നില്ല. സോ ഞങ്ങൾ അവിടുന്ന് വെച്ച് പിടിച്ച്. അവിടുത്തെ ചെക്ക് ഇൻ പ്രോസസ്സ് ഭയങ്കര ഈസി ആട്ടോ. ഇവിടെ വലിക്കി മൊത്തത്തില് എന്റെ കോലം നോക്കണ്ട കേട്ടോ, രാവിലെ തൊട്ടുള്ള യാത്രയുടെ ഫുള്ള് ക്ഷീണം എന്റെ മുഖത്തുണ്ട്. പിന്നെ വലത് കാല് വെച്ച് കയറ്റം നമ്മൾ മലയാളികൾക്കൊരു നിർബന്ധമാണല്ലോ. എന്തായാലും വീടിനകത്ത് കയറി നോക്കുമ്പോൾ ഞങ്ങളുടെ റൂം 3ാമത്തെ നിലയിൽ. ഉയരം കൂടുന്തോറും ഭംഗി കൂടുന്നാണല്ലോ എന്ന് പണ്ടേതോ ആരോ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും റൂം അടിപൊളിയായിരുന്നേ. അടിപൊളിയെന്ന് വെച്ചാൽ ഭയങ്കര ക്യൂട്ട്, ഒരു കിഡ്സ് റൂമിന്റെ ഒക്കെ ഒരു വൈബ് ഉണ്ടായിരുന്നു. ഭയങ്കര രസം, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. സത്യം പറഞ്ഞാൽ റൂമിൽ തന്നെ ഇരിക്കുക ഒരു 3 ദിവസം. ചെന്ന ദിവസം തന്നെ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞങ്ങൾ എന്തായാലും ChatGPT-യോടും ജെമിനിയോടൊക്കെ ചോദിച്ച് ഞങ്ങൾ നടക്കാനിറങ്ങി. അതാണ് കോമഡി, ഒരു പ്ലാനും ഇല്ലാത്ത 2 പേര് അവിടെ ചെന്നിരുന്നിട്ട് റൂമിൽ കയറി ചെക്കിനൊക്കെ ചെയ്തിട്ട് ChatGPT-യോട് ഒരു ക്വസ്റ്റ്യനാ, ഞങ്ങളിപ്പം ഇന്ന സ്ഥലത്തുണ്ട്, ഇവിടെ ഞങ്ങൾ ഇന്ന് വൈകുന്നേരം എന്താ ചെയ്യേണ്ടിയിരുന്നു. അപ്പൊ ChatGPT പറഞ്ഞു തന്നു, തൊട്ടടുത്തൊരു സൺസെറ്റ് പോയിന്റ് ഉണ്ട്, ഓടിക്കോ, ഒരു 1/2 മണിക്കൂറിനുള്ളിൽ സൺ ഇപ്പൊ സെറ്റ് ആവും, ഓടിപ്പോയാൽ കാണാന്ന്. പിന്നെ ഇറങ്ങിയ ഒരു ഓട്ടോ ആയിരുന്നു കേട്ടോ. പകുതി വഴി എത്തിയപ്പോഴാ മനസ്സിലായേ ഇത് 1/2 മണിക്കൂർ കൂടെ ഒന്നും കേറി തീരൂല. ഈ ഹൈക്കേഴ്സിനൊക്കെ സമ്മതിക്കണല്ലേ, അവരെന്തോരം മലയായി കേറുന്നേ. She writes down cities on her wrist and dreams she'll never keep. I sip my coffee, miss my cue, still ain't good by my feel. But time rolls on like open roads, and soon she won't be here. Oh, try. വ്യൂ പോയിന്റ് പിടിക്കണം, നല്ലതാണോ? പിടിച്ചു കഴിക്കോളാം. അയ്യോ പിടിക്കലേ, വീണോയേ. ഏപ്രിൽ മിഡ് ആയെങ്കിലും കാറ്റും തണുപ്പും ഇവിടെ ഒട്ടും കുറവില്ല കേട്ടോ. ഭയങ്കര കാറ്റും തണുപ്പാ, അതുകൊണ്ട് തന്നെ കൈ ഫ്രീസ് ആവുന്നുണ്ടായിരുന്നു. പക്ഷെ ആ വ്യൂ മിസ്സാക്കാൻ ഒട്ടും തോന്നിയില്ല കേട്ടോ. ഐ മീൻ ലുക്ക് അറ്റ് ദാറ്റ് വ്യൂ. ഞാൻ ഇതിലേറെ ഭംഗിയുള്ള സൺസെറ്റുകൾ ഒരുപാട് കണ്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ സ്റ്റിൽ എനിക്ക് എവറി സൺസെറ്റ് ഇസ് ലൈക്ക് ന്യൂ. എല്ലാം വ്യത്യസ്തമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
ആ സൺസെറ്റ് ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു. എൻ്റെ ഫേവറേറ്റ് പാട്ട് എന്ന് പറയുന്നത് സൺസെറ്റിൻ്റെ ലൈറ്റ് താഴെയുള്ള ആ ലേക്കിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നതായിരുന്നു കേട്ടോ. അത് കാണാൻ ഭയങ്കര രസമായിരുന്നേ. സോ അവിടെ ഇരിക്കാം, അത് നോക്കി കുറേ നേരം ഇരിക്കുമായിരുന്നു ഞങ്ങളെ. തണുപ്പാണേ, ഭയങ്കര തണുപ്പാ. പക്ഷേ സൺസെറ്റ് തപ്പി ഞങ്ങൾ മല കയറിയതാ. നമുക്ക് സൺസെറ്റ് ഭയങ്കര ഏപ്രിലായി എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ മുഖത്തോട്ട് ലൈറ്റ് ഉണ്ടോ? ഏപ്രിലായി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, നല്ല തണുപ്പുണ്ട്. അയ്യോ, അത് തണുപ്പടിച്ചപ്പോൾ മല കയറിയതിൻ്റെ നല്ല രസമുണ്ട്. ഞാൻ ചിത്രം കാണിച്ചിടാവേ. സൺസെറ്റിൻ്റെ താഴെ ഉണ്ടോ ഒരു പുഴയിൽ നല്ല ലൈറ്റ്. ആ പുഴയുടെ ഇതുണ്ടോ നല്ല തെളിഞ്ഞിരിക്കുന്നുണ്ടോ? എന്ത് നോക്ക്. അതല്ല ഉദ്ദേശിച്ചത്, എന്തായിരുന്നു ഉദ്ദേശിച്ചത്? സൺസെറ്റ് അടിച്ചിട്ട് ആ പുഴയിലെ ലൈറ്റ്. പക്ഷെ പുഴ തിളങ്ങുന്നുണ്ടോ? ഒരുപാട് നേരം ഞങ്ങൾ അവിടെ നിന്നില്ല കേട്ടോ. ഒരു 20 മിനിറ്റ് 30 മിനിറ്റ് മാക്സിമം ഞങ്ങൾ നിന്നുള്ളൂ. അപ്പോഴത്തേക്കും തണുത്ത് കൈയൊക്കെ ഐസായിട്ട് എനിക്ക് എൻ്റെ 2 കൈ അനക്കാൻ പറ്റാണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഇറങ്ങി നടന്നു. ഇറങ്ങാൻ ഭയങ്കര ഈസി ആയിരുന്നു കേട്ടോ. ആ ഒരു ടൗണിൻ്റെ ഭംഗിയാണ് വേറൊരു കാര്യം പറയാനുള്ളത്. ഈവനിങ് ആയാൽ ആ ടൗണിനൊരു പ്രത്യേക ഭംഗി വരും. ആൻഡ് അവരുടെ കുഞ്ഞു കുഞ്ഞു കഫേസും ഷോപ്സും ഒക്കെ ഇങ്ങനെ ലൈറ്റ് ഇട്ട് അങ്ങോട്ട് ഒരു വൈബ് പിടിക്കും. ഭയങ്കര രസം അത് കാണാൻ.